എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷൻ സമയം വരയ്ക്കും എല്ലാ പാർട്ടികളുടെയും പ്രവർത്തനം നല്ല രീതിയിലായിരുന്നു. വളരെ ഒരു ഉത്സാഹകരമായ സാഹചര്യമായിരുന്നു എല്ലാ പാർട്ടിക്കാരും സൃഷ്ടിച്ചത്. ഓരോ പാർട്ടിക്കാരും അവർ വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ വീണ്ടും പല പ്രഖ്യാപനങ്ങളുമായി സോഷ്യൽ മീഡിയയും പല നേതാക്കളും വരികയാണ്. ഇപ്പോൾ പ്രധാന വിഷയം ആര് ജയിക്കും ആര് തോക്കും അതല്ല, മുഖ്യമന്ത്രി ആരാണ്. ഇപ്പോൾ അറിയുന്നത് കണ്ണൂരിൽ എന്തൊക്കെയോ പരസ്പരം ഏറ്റുമുട്ടലുകൾ നടക്കുന്നു, പിന്നിൽ നിന്നും പണികൾ ചെയ്യുന്നു, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. അത് വാസ്തവമാണ്. അത് കണ്ണൂർ ലോബി, അതായത് ഒരു പ്രബല പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുന്ന സംഭവവികാസങ്ങൾ. മറിച്ച് വേറൊരു ഭാഗത്ത് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം ആരാണ് മുഖ്യമന്ത്രി. അതെല്ലാവരും അലട്ടുന്നൊരു പ്രശ്നമാണ്. എനിക്കാകെ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒന്ന്, ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന പാർട്ടി നേതാക്കളോട് ആകെയുള്ള റിക്വസ്റ്റ്, ദയവ് ചെയ്ത് 4-ാം തീയതി വരെയെങ്കിലും നിങ്ങളൊന്ന് വിശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെ വേണം എന്ത് വേണമെന്ന് തീരുമാനിച്ചുകൊള്ളൂ. ഏതെങ്കിലും പാർട്ടി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ജയിപ്പിച്ചത് ജനങ്ങളാണ്. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകർത്ത് കളയരുത്. ഏത് മന്ത്രിമാരായിരുന്നാലും അത് നല്ല രീതിയിൽ നയിക്കാൻ ത്രാണിയുള്ളവരായിരിക്കണം. എല്ലാ ജനങ്ങൾക്കും വിശ്വാസം ഉള്ള വ്യക്തികളായിരിക്കണം. നമുക്കറിയാം, നീണ്ട 10 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച നാളുകളായിരുന്നു. പലരുടെ തോന്നിയാസവും കാണിക്കലും പലർക്കും പലതും നഷ്ടപ്പെടേണ്ടി വന്നു. ഏറ്റവും പ്രധാനം, അർഹത ഉള്ളവർക്ക് പോലും അവരുടെ തൊഴിലുകൾ നിഷേധിക്കപ്പെടുകയും അർഹതയില്ലാത്തവർ പിൻവാതിലിൽ കൂടി നിയമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു നീണ്ട 10 വർഷം. അവർ ആയിരിക്കുമോ ഭരണത്തിൽ വരിക, അല്ലെങ്കിൽ അന്ന് ആപ്പോസിഷൻ എന്നവരായിരിക്കുമോ ഭരണത്തിൽ വരിക എന്ന് ഒരുവിധം ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്തായാലും ഏത് പാർട്ടി ജയിച്ചാലും ജനങ്ങളെ വിഡ്ഢികളാക്കാതിരിക്കാൻ ശ്രമിക്കുക. സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇനിയും ഈ കള്ളിഷാപ്പുകളുടെയും ബാറുകളുടെയും ആ പ്രവർത്തന സമയവും അവയുടെ വിപുലീകരണവും ഒന്ന് പരിമിതപ്പെടുത്താൻ ശ്രമിച്ചാലും. ഇവിടെ വേണ്ടത് സമാധാനമാണ്. നിയമപാലകരെ അവരുടേതായ വഴിക്ക് വിടുക. അവർ നല്ല രീതിയിൽ അവർക്ക് അത് മാനേജ് ചെയ്യാനുള്ള ശക്തിയുണ്ട്, അവർക്കതിനുള്ള സ്കില്ലുണ്ട്, അവർക്കുള്ള കഴിവുണ്ട്. അതിൽ പെടാതിരിക്കുക. എന്നാൽ അവരുടെ തോന്നിയവാസങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ വീക്ഷിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും വേണം. നമുക്ക് ചിന്തിക്കാം, സെക്രട്ടേറിയറ്റിൽ എപ്പോഴും ഒരു
ഓപ്പോസിഷൻ പാർട്ടിയുടെ കുറേ ആൾക്കാരുണ്ടാകും. അത് പോലീസ് സേനയിലും പോലീസ് സേനയിലും ഒരു ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടാകും. ഇങ്ങനെയുള്ള ചിലർ ശല്യം ചെയ്യാൻ മോശക്കാരല്ല. അവരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അറിയാം, UDF ആണ് ഭരണം വരുന്നെങ്കിൽ UDF സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് തന്നെ സമരത്തിന് തീ കൊടുത്താൽ LDF ഉണ്ടാകും. കാര്യം അവർക്ക് അതേ അറിയാവൂ, മറ്റൊന്നും അറിയില്ല. അപ്പോൾ അവരെ ഏത് ഭരണ പാർട്ടി വന്നാലും ഇവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇനിയെങ്കിലും സമാധാനമായി നടക്കണം. ഒപ്പം തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടിയിരിക്കണം, അവരെ ശിക്ഷിച്ചിരിക്കണം, അതേത് പാർട്ടിയായിരുന്നാലും. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് വേണ്ടി മാത്രം നടന്നൊരു ഭരണമായിരുന്നു. അതാണ് അവരെ ഏറ്റവും കൂടുതൽ നാശത്തിലേക്ക് എത്തിച്ചത്. അവരുടെ ഏറ്റവും വലിയ കഴിഞ്ഞ കാലങ്ങൾ ഭരണം നടത്തിയവർ കഴിവുകെട്ട ആൾക്കാരെ മന്ത്രിതലങ്ങളിൽ പിടിച്ചിരുത്തി മാക്സിമം അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാതെ അതിനെ പല ഡിപ്പാർട്ട്മെൻറ്റിനും നശീകരണത്തിലേക്ക് നയിച്ചു. അതിന് ഉദ്യോഗസ്ഥരെ കയറഴിച്ചു വിട്ടു. അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാമെന്നുള്ള രീതി. ഇനി അങ്ങനെ ഉണ്ടാകരുത്. പ്രധാനമായി ഇപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്തെ കോർപ്പറേഷൻ മേയറോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കഴിയുന്നതും മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക. രണ്ടാമത്, ഇതിലേറ്റവും കൂടുതൽ പ്രധാനം ഈ ജലവകുപ്പ് ഏറ്റവും കുത്തഴിഞ്ഞ ഒരു തറവാട് പോലെയാണ് ജലവകുപ്പ് മാറിയിരിക്കുന്നത്. അവർ ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് അവർ കുത്തിപ്പൊളിക്കുകയോ അല്ലെങ്കിൽ സ്വയം പൊളിഞ്ഞു പോവുകയല്ല. എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വത പരിഹാരമില്ലാത്തത്? അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ബാറിൻ്റെ എപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാറുകൾ തുറക്കുക, കള്ളുകൾ വിൽക്കുക, അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്, ഏത് തരത്തിലായാലും ഈ മയക്കുമരുന്ന് മാഫിയയുടെ റൂട്ട് തന്നെ ഇല്ലാതാക്കണം. അവർ ടോട്ടൽ എലിമിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നാളത്തെ തലമുറയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ നാളത്തെ തലമുറ മയക്കുമരുന്നിന് അടിമയായ ഒരു തലമുറയായി മാറിപ്പോകും. അതിനുള്ളൊരു സാഹചര്യം നീണ്ട 10 വർഷം ഇവിടെ സുലഭമായിരുന്നു. ഏത് മയക്കുമരുന്ന് ലോബികൾക്കും യഥോഷ്ടം സഞ്ചരിക്കാനും എന്തു ചെയ്യാനും ഉള്ളൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിരുന്നു. ആ സാഹചര്യം ഇനി ഇവിടെ ഉണ്ടാകരുത്. അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ നടപടികളും ഗവൺമെൻറ് തലത്തിൽ നിന്ന് എടുത്തിരിക്കണം. പൂർണ്ണമായ അതിനുള്ള ഒരു സപ്പോർട്ട് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശാശ്വത പരിഹാരം കാണേണ്ടത് ഈ മയക്കുമരുന്ന് ലോബികളുടെ കംപ്ലീറ്റ് റൂട്ട് അറിഞ്ഞ് അവരെ കട്ട് ഓഫ് ചെയ്യുകയും, ഒപ്പം ഇനി ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ഇടയ്ക്കിടങ്ങി മുടങ്ങുന്ന ഈ കുടിവെള്ള ക്ഷാമവും കുടിവെള്ളത്തിൻ്റെ ആ പൈപ്പ് ലൈനിൻ്റെ അറ്റകുറ്റപ്പണികളും നല്ല രീതിയിൽ ചെയ്യാനും ഉള്ള സംവിധാനം ഈ ജലസേചന വകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഏത് മന്ത്രി വന്നാലും ആ മന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട അതായിരിക്കണം. കാരണം അവിടെ ഉണ്ടാകും ഓപ്പോസിഷൻ പാർട്ടി ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി, പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അറിയുന്ന ആരും തന്നെ ഇനി രംഗത്ത് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിലും പോലീസ് തലങ്ങളിലും പബ്ലിക് തലത്തിലും ഉണ്ടായിരിക്കണം. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഈ വരുന്ന ഗവൺമെൻറ്റിന് കഴിയട്ടെ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഇനി
മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെയൊക്കെ തിരഞ്ഞെടുപ്പ് ഇൻറ്റേണൽ, അത് കഴിയുന്നതും പബ്ലിക് ആക്കാതിരിക്കുക. അത് നിങ്ങളുടെ ഇൻറ്റേണലായിട്ട് സൗമ്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യുക. എപ്പോഴും ഒന്നാലോചിക്കേണ്ട കഴിവുള്ളവരെ, ടെക്നിക്കലൊക്കെ ആയിട്ട് അറിയുന്നവരെ കൂടുതൽ സ്ഥാനങ്ങളിൽ മന്ത്രിമാരാക്കുക. ഇനി അല്ലാത്ത മന്ത്രിമാരാണെങ്കിലും അവർക്ക് നല്ലതായ ഒരു അഡ്വൈസ് ബോർഡ് അവരുടെ കീഴിലുണ്ടായിരിക്കണം. ആ അഡ്വൈസ് ബോർഡ് ശരിയോ തെറ്റോ ഒന്ന് ഒരു ജനറൽ ഒപ്പീനിയൻ എടുത്ത് അതെല്ലാ കാര്യങ്ങളും പ്രായോഗികമാക്കി കഴിഞ്ഞാൽ ഈ വരുന്നവർ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. ഇതാണ് ലൈഫ് വിഷന് ഇനി വരുന്ന ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. കഴിയുന്നതും ജനങ്ങളെ വെറുതെ വിടുക. ആര് മന്ത്രിയാകണം അതെല്ലാം നിങ്ങളുടെ ഇൻറ്റേണലായിട്ട് അങ്ങ് തീരുമാനമെടുക്കുക. അത് പബ്ലിക്കിൽ അതിനൊരു ഒരു ഒരു വിലപേശൽ പരിപാടി ഉണ്ടാകരുത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.